എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സിൻഡ്രം കേരളത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നെഗറ്റീവ് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് പറയുന്നവരുണ്ട്. രേണുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ സഹതാപവും സിമ്പതിയൊക്കെ വിചാരിച്ചിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് വലിയ കഴിവോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല. അവർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ആ പാട്ട് പാടുന്ന ഇത്രയും നല്ല പാട്ടുകാരുള്ളപ്പോൾ ഇവർക്ക് ചാൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പം അവർക്ക് കിട്ടിയ ചാൻസ് ഇതുപോലെ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് അവർ യൂസ് ചെയ്യുന്നു. ഇപ്പം നെഗറ്റീവ് എത്ര പറഞ്ഞാലും രേണുവിൻ്റെ മുഖത്ത് നോക്കി കാർപ്പിച്ച് കുപ്പിയാൽ പോലും അവർക്കതൊന്നും പ്രശ്നമല്ല. അതൊന്നും വാ വയ്ക്കാണ്ട് അവർ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും കേരളത്തിൽ മൊത്തം ചർച്ച, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവർ ഇടത്തോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, വലത്തോട്ട് ഇരുന്നാൽ പ്രശ്നം, ഇരുന്നാ പ്രശ്നം, നിന്നാ പ്രശ്നം, കിടന്നാ പ്രശ്നം, എല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേണു അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കൂട്ടം ചേർന്നുള്ള ആക്രമണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ രേണു ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ രേണു സുധി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അവർ അങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് കുറേ പ്രൊഫഷണൽ ജലസ് ഉണ്ടാവും. അയ്യോ, ഞാൻ 10 വർഷമായിട്ട് 20 വർഷമായിട്ട് ഇവിടെ നിൽക്കുവാണല്ലോ, എനിക്കിതുവരെ ഇങ്ങനെ ഒന്നും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. അതിനെ ചൊല്ലി അവർക്ക് കുറേ പ്രൊഫഷണൽ ജലസും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. ഈ 6-7 മാസം കൊണ്ട് രേണു വരുന്നു, ഇതിപ്പോൾ ബിഗ് ബോസിലൊക്കെ പോവാന്ന് കേൾക്കുന്നു. അപ്പം അതിൻ്റെ പ്രൊഫഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂടെ, ആൾക്കാർ അങ്ങനെ വെറുതെ വിടത്തില്ലല്ലോ, അതൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അതുകൊണ്ടാവാം അവർക്കെതിരെ ഇത്രയും വലിയൊരു പ്രക്ഷോഭകരമായിട്ടുള്ള ഒരു വലിയ എന്തോ പറയുക അപരാധം ചെയ്തു. ആദ്യമായിട്ട് എങ്ങാണ്ട് ഭർത്താവ് മരിച്ചിട്ട് ഇതുപോലെ പ്രൊഫഷണൽ അവരുടെ അതേ പ്രൊഫഷണൽ സ്വീകരിച്ചിട്ട് ഒരു ഭാര്യ രംഗത്ത് വരുന്ന പോലെ ഇഷ്ടംപോലെ സിനിമയിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യമാർ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലും അപ്പുറം ചെയ്തിട്ടുള്ള ഭാര്യമാരുണ്ട്. സാധാരണ ലൈഫിലാണെങ്കിൽ പോലും അങ്ങനെ നിൽക്കുന്ന ഭാര്യമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത ഈ രേണു സുധിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ കുറേ പേര് ഇൻ്റർവ്യൂ എടുക്കുന്നു, അവർക്ക് തോന്നിയ പോലെയുള്ള ഉത്തരങ്ങൾ പറയുന്നു, ഇത്രയും വലിയ അറ്റാക്കുകൾ വരുന്നു. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ വലിയൊരു ബൂം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവർ. ഇൻ്റർനെറ്റ് തുറന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇവരെ മോന്ത കാണാത്തതില്ല. ഞാനവരെ അനുകൂലിച്ചും പറയുന്നില്ല പ്രതികൂലിച്ചും പറയുന്നില്ല, ഒന്നുമില്ല. രേണു സുധി ഇങ്ങനെ നെഗറ്റീവ് ഒന്നും വഹിക്കാണ്ട് അവരവരുടെ പാട്ടിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ സുധിയുടെ മോനായിട്ടുള്ള കിച്ചുവിൻ്റെ എൻട്രി. അതായത് എല്ലാവരും ഇപ്പം പറയുന്നത്, ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കിച്ചു വളരെ സാധുവായിട്ടൊരു ചെറുക്കനാണെന്നും അവനവിടെ വോയിസ് ഇല്ല, പുതിയതായിട്ടൊരു വീട് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് കയറി കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവൻ്റെ അവസ്ഥയാണത്. അവനെല്ലാവരും കൂടി കൂട്ടം കൂടി നിന്ന് ദ്രോഹിക്കുകയാണ്. അവനെ നോക്കാൻ ആരുമില്ല, അവനാകെയുള്ള അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, ആരും തന്നെ ഇല്ലാണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഒരു വല്ലാത്ത മാനസിക നിലയിലൊക്കെ പോവുകയാണെന്നാണ് ആൾക്കാരും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പം ഇതാ കിച്ചു തന്നെ രംഗത്ത് വന്നേക്കുവാണ്. ഇതെല്ലാം കീറി മുറിച്ചുകൊണ്ടുള്ള അളവെടുപ്പ് എല്ലാം വക വയ്ക്കാണ്ട് തന്നെ എല്ലാം മൗനം ഭേദിച്ചുകൊണ്ട് തന്നെ അയാൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത് വേറൊരു കോൺട്രവേഴ്സിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കിച്ചു സുധീര മോനായിട്ടുള്ള മൂത്ത മോനായിട്ടുള്ള ഈ കിച്ചു എന്ന് പറഞ്ഞ പയ്യൻ കള്ളും കുടിച്ച് നടക്കുവാണ്. കള്ളും കുടിച്ച് നടന്നപ്പോൾ ഏതൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തൊരു പെറ്റി അടിക്കാനുണ്ടായി, അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ അപവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ പരക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. സർക്കാർ തന്നെ നടത്തുന്ന സ്ഥാപനങ്ങളല്ലേ ഈ ബാറുകളായിക്കോട്ടെ കള്ള് ഷാപ്പുകളായിക്കോട്ടെ, ഇത് നിയമപരമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണെന്ന് ഓർക്കണം. അതല്ലാണ്ട് ഈ കിച്ചുവിന് മാത്രം എവിടെന്നോ കിട്ടിയതൊന്നുമല്ല, അല്ലെങ്കിൽ പൊട്ടി മുളച്ച് വന്നതൊന്നുമല്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കുടുംബത്തെ, ആ ഒരു കലാകാരൻ്റെ മരണശേഷം വളരെ മോശമായിട്ട് ഭയങ്കര വിവാദം നിറയുന്ന രീതിയിൽ ഒരു കാരണം ഒട്ടും ഇല്ലേന്താനും ഉള്ളി തൊല്ലി വിളിക്കാന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒന്നൊട്ടും ഉള്ളിലില്ലേന്താനും വെറുതെ ആൾക്കാർ ഇങ്ങനെ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലോട്ടൊക്കെ ഇത്രയും ചെകഞ്ഞ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം വീട്ടിലെ കാര്യം പോലും നോക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് മറ്റുള്ളവരെ കുടുംബം നന്നാക്കാൻ പോകുന്നത്, മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ലോകത്ത് ആദ്യമായിട്ടൊരു പെറ്റി അടിച്ചോ അതിൽ കള്ളു കുടിച്ചിട്ട് പെറ്റി അടിച്ച വ്യക്തിയൊന്നുമല്ല, കുട്ടികളാണ്. എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയുള്ളൂ. കുട്ടികളാണ്. അവർ ഈ ഒരു പ്രായം 10-20 വയസ്സുള്ള പയ്യനാണ്. അവന് ഒരു എക്സ്പെരിമെൻ്റ് പോലെ കഴിച്ചു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും, അവൻ കഴിച്ചു നോക്കിയിട്ടുണ്ടാവും. അതിനുള്ള കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ കിച്ചു തന്നെ പറയുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. രേണുവിനെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കണം, അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ എന്തോ പറഞ്ഞ് മനസ്സിലാവും. ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോതായിട്ടുള്ള ഇഷ്ടങ്ങളാണല്ലോ. എല്ലാരും വണ്ടി ഓടിച്ചെന്നൊക്കെ കേട്ടു. ആ ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷമല്ല, ഡിസംബറിൽ കഴിഞ്ഞ വർഷം
കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറെ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാണ്ട് ഷാപ്പിൽ പോയില്ലേ, ഷാപ്പിൽ പോയി. അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു കുടിച്ചു. കള്ളെന്ന് പറഞ്ഞാൽ മറ്റേ കള്ള്, മറ്റേ അവിടെ അപ്പൊ ടേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി നിർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്കും അതാണ് എന്തുവാ ഇതായോണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിയെന്നോ അങ്ങനൊന്നും അല്ല. അത് ഞങ്ങളന്ന് രാത്രി കറക്റ്റ് കാര്യം പറഞ്ഞു. കറക്റ്റ് കാര്യം പറയണെന്ന് വെച്ചാൽ ഞങ്ങളെ രാത്രി 1 മണി, 1 മണിയല്ല 12:30 എന്തോ അടുപ്പിച്ചായപ്പോഴത്തേക്കും ഞങ്ങളെ സ്റ്റേഷനിലോട്ട് ഉണ്ട്, നമ്മുടെ വീട്ടിന്റെ അടുത്ത്. ഞാൻ കോട്ടയത്തിന്റെ അവിടെ ഞാൻ വണ്ടി ഒട്ടിച്ച് ഇവനെ കൂടെ കൊണ്ട് പകുതിയായപ്പോ എനിക്ക് അവിടുത്തെ വഴി അറിയത്തുള്ളൂ കറക്റ്റ് ആയിട്ടുള്ള. അപ്പം ഇവൻ കുടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ. ഞാൻ വണ്ടി എടുത്ത് വീടിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും അതായത് 2 ചെക്കിംഗ് ഉള്ള രീതിയിലായിരുന്നു. ഞാൻ അവിടെ വണ്ടി നിർത്തി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു വണ്ടി കയറി. ഇവൻ അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, മദ്യപാനം, പുകവലി, അതുപോലെ ഇപ്പോൾ ഉള്ള MDMA അതുപോലുള്ള ഉപയോഗങ്ങളൊന്നും പ്രോത്സാഹനം അർഹിക്കുന്ന ഒന്നല്ല. കൊച്ചുമക്കളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എന്തും ആയിക്കോട്ടെ, സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും മദ്യപാനത്തിനോ അതിൽ ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്കൊന്നും പ്രോത്സാഹനം ഞാൻ തരത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കുട്ടി കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അവൻ ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ്. കള്ളു ഷാപ്പിൽ പോയി ആഹാരം കഴിക്കാൻ പോയതാണ് ഇവർ. ആ കൂട്ടത്തിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുണ്ടായി. അപ്പോൾ ഈ പറയുന്ന പയ്യന് മാത്രമേ ഉള്ളൂ അവിടുത്തെ വഴിയൊക്കെ അറിയത്തുള്ളൂ. കോട്ടയത്ത് പോയ സമയത്ത് അവിടുത്തെ വഴി അത് പല വ്ളോഗിലും അവൻ പറയുന്നുണ്ട് കേട്ടോ. അവന് മാത്രമേ ആ വഴി അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. മാത്രമല്ല ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് അവൻ ആ പോകുന്നത് തന്നെ. അപ്പം അവന് മാത്രമേ ഉള്ളൂ ആ വഴി അറിയത്തുള്ളൂ. കൂട്ടുകാരനെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവനാണ് തിരിച്ചു വന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോലീസ് ചെക്കിങ്ങിൻ്റെ ഇടയിൽ പിടിച്ചതാണ്. അങ്ങനെ അതിൻ്റെ പെറ്റിയും കാര്യങ്ങളൊക്കെ അടിച്ചു എന്നും പറഞ്ഞ് നിത്യമദ്യപാനിയോ അങ്ങനെയൊന്നും അല്ല എന്ന് കറക്റ്റായിട്ട് ആ കൊച്ചു പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്ന് ആരോ ചോദിക്കുന്ന ഉത്തരത്തിൽ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അമ്മയോ അച്ഛനോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അമ്മ ഇവനേക്കാളും പ്രായമുള്ള അമ്മ ഇവനെന്തിനാ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുള്ള ഉത്തരം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. എന്തിനാണ് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അമ്മയ്ക്ക് തോന്നിയത് അമ്മയ്ക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യമായിരിക്കുമല്ലോ അമ്മ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു മകൻ അമ്മയെ വിലക്കേണ്ട കാര്യം? അവനെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് അവൻ ആ പറഞ്ഞ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്താ അവൻ പറഞ്ഞത് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ ഇവിടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചർച്ചയായി, പിന്നെ അത് ഇതായി, ഇതിനൊരു അവസാനം കാണത്തില്ല. എന്തിനാണ് ഞാൻ ഇപ്പം ഓക്കെയാണ് ഇതിൽ. സെക്കൻഡ് മാരേജ്, അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഓക്കെ അല്ലായിരുന്നു, എപ്പോഴും അടിയും കാര്യങ്ങളും ആയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങനെ മാറിപ്പോയതാണ്. അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ. പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അതിനൊരു പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഒരു പയ്യൻ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണെന്നോ അവനവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ. ഈ കോട്ടയത്ത് വന്നാൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ പലരും വീട് പണിഞ്ഞു കൊടുക്കുന്നവർ, ഹെൽപ്പ് ചെയ്തവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉത്തരവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ കിച്ചു പറയുന്നത് ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നത്. അതിനും ഉത്തരവൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത്ര നാൾ വന്നില്ല എന്നുള്ളത്. അവൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. കിച്ചു ഇപ്പം മിണ്ടിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ആ ഒരു പയ്യൻ മിണ്ടാണ്ട് മൗനം പാലിക്കുന്നത്. കാരണം അവനും ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ, അവനും ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്, അവനും പഠിച്ചൊരു ജോലി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സെറ്റിൽ ആവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഈ പ്രശ്നങ്ങളിലൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ സുധിയുടെ വിവാഹത്തെക്കുറിച്ച് അവൻ പറയുന്നുണ്ട്. അങ്ങനൊരു സംഭവം നടന്നതാണ്. വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരാൾ സുധിയുടെ ലൈഫിൽ വന്നിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് വിവാഹമായിട്ട് വലിയ നിയമപരമായിട്ടൊന്നും കഴിച്ചില്ലെങ്കിലും കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ കുറച്ച് നാൾ ജീവിച്ചിട്ടുള്ളതാണ്, അവനത് അറിവുള്ളതുമാണ്. അതിന് ഈ പറയും പോലെ വീണ പറയുന്ന പോലെയൊന്നുമല്ല, സന്തോഷകരമായിട്ട് ജീവിച്ചതോ അങ്ങനെയുള്ള ജീവിതത്തിലോട്ട് ഈ രേണു വന്നപ്പോൾ പ്രശ്നം ഉണ്ടായതോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചുവിൻ്റെ വർത്തമാനത്തിൽ ഇത് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു, അവർ തമ്മിൽ ഒത്തുപോകാത്തൊരവസ്ഥ വന്നു. അങ്ങനെയായപ്പോൾ അവർ തമ്മിൽ തല്ലുകൂടി പിരിഞ്ഞത് തന്നെയാണ്, തല്ലുകൂടി പിണക്കും കൂടി പിരിഞ്ഞത് തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ വീണ നോക്കിയെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും
അങ്ങനെയൊന്നും കിച്ചു പറയുന്നില്ല. അങ്ങനെ വീണ എന്തെങ്കിലും ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ കിച്ചുവിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനോട് പറയാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛന് താല്പര്യമില്ലാണ്ട് ഒഴിവാക്കി കളഞ്ഞ് കേസ് കെട്ടാണ്. പിന്നെ വീണ എസ് പിള്ള ഈ ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ രേണു ഇങ്ങനെ പ്രശസ്തിയിലോട്ടൊക്കെ പോവും, അല്ലെങ്കിൽ രേണുവിനൊരു എന്താ പറയുക പ്രശസ്തിയിലോട്ട് പോകുന്നുള്ള പേടിയാവാം. അതല്ലെങ്കിൽ ഈ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രേണു ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസൂയോ ക്രിമിനേടിയോ എന്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടും ആവാം, അതുകൊണ്ടായിരിക്കും അവർ രംഗത്ത് വന്നത്. ഇനി എന്താണ് കിച്ചുവിന് പറയാനുള്ളതെന്ന് അതും കൂടി നമുക്ക് നോക്കാട്ടോ. ഞാൻ കാണാറില്ല, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആശിഷ് പോയിക്കുണ്ടോ? അതൊക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു. എന്തുകൊണ്ടാ ഇവിടെ നിൽക്കുന്ന മോനെ? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫോർട്ടായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പം അച്ഛാമ്മയുണ്ട്, ആണ്, എല്ലാരും ഉണ്ട്. അവിടെയും എനിക്ക് ഇല്ലെന്നല്ല, എല്ലാരും ഉണ്ട്. പക്ഷെ എന്നാലും കാര്യങ്ങളെല്ലാം നമ്മൾ രാശിക്ക് ഡോർ നടക്കാവും. എന്നാലും ഇത്തിരി കൂടെ കംഫോർട്ടും ഫ്രണ്ടിനോടൊന്നും ഉണ്ടായിരിക്കാൻ പറയാം. അവൻ പറയേണ്ട കാര്യങ്ങൾ എന്റെ മൊത്തം ഇവൻ എന്റെ കൂട്ടുകാർക്ക് മൊത്തം അറിയാം എന്നെ കുറിച്ചുള്ള കാര്യം. അപ്പൊ എന്തുകൊണ്ട് കോട്ടയത്തെ വീട്ടിൽ നിൽക്കുന്നില്ല, പുതുതായിട്ട് വെച്ചിട്ടുള്ള സുധിലയത്തിൽ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് അവൻ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ട്. കൊല്ലത്താണ് അവൻ കംഫർട്ട്. കാരണം ജനിച്ചതും വളർന്നതും അല്ലെങ്കിൽ അവനെ അറിയാവുന്ന കൂട്ടുകാരുള്ളതും അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളുള്ളതും ഒക്കെ കൊല്ലത്താണ്. അതാണ് അവനെ കംഫർട്ട് ആക്കുന്ന ആ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. എന്ത് വന്നാലും രണ്ടാനമ്മയല്ലേടേ, നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. സ്നേഹവും ഇഷ്ടമൊക്കെ തന്നെയാണ്, തമ്മിത്തല്ലൊന്നുമില്ല ഇവർ തമ്മിൽ എന്നാണ് ഇവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ അങ്ങനെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അധികാരം എടുക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. രണ്ടാനമ്മയ്ക്കുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എത്ര അമ്മ ചമഞ്ഞാലും 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവത്തില്ല. അപ്പോൾ ഉള്ള അച്ഛനും മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ചുകൂടെ രക്തബന്ധമായിട്ടുള്ളത് ആ കൊല്ലത്തുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവൻ അവിടെ കംഫർട്ട്. മാത്രമല്ല അവൻ്റെ കൂട്ടുകാരും അവിടെയാണ്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എവിടെയെങ്കിലും നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ, ഇപ്പോൾ ഒരു കോട്ടയത്തൊരു വീട് വെച്ചുകൊണ്ടല്ലേ നീ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അതൊരു ഹെൽപ്പായതുകൊണ്ടാണ്. നാളെ ഇപ്പോൾ പണ്ടെങ്ങാനും സുധി എങ്ങാനും വെച്ചൊരു വീടാണെങ്കിൽ, സുധിക്ക് ഇപ്പോൾ കൊല്ലത്തല്ല കോട്ടയത്താണ് വീട് ഉള്ളതെങ്കിൽ നിങ്ങൾ ചോദിക്കുമോ എന്തുകൊണ്ട് ഇവൻ കോട്ടയത്ത് നിൽക്കുന്നില്ല കൊല്ലത്ത് നിൽക്കുന്നു? ഇത് നാട്ടുകാരൊക്കെ പിരിച്ച പണം കൊണ്ട് വെച്ചൊരു വീടായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഇഷ്ടമുള്ളിടത്ത് നിൽക്കട്ടെ. നിങ്ങളൊരു സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 24 മണിക്കൂറും നാട്ടുകാരായിക്കോട്ടെ ഈ സഹായം ചെയ്തവരായിക്കോട്ടെ ഇങ്ങനെ പുറകെ നടക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഈ ഒരു പയ്യന് ഇഷ്ടം അല്ലായിരിക്കും ഇത്. തീർച്ചയായിട്ടും അവൻ്റെ വർത്തമാനത്തിൽ നിന്ന് അത് തന്നെ മനസ്സിലാവുന്നത്. പക്ഷെ അവന് തുറന്ന് പറയാനും വയ്യ. കാരണം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദിയിലായികയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആൾക്കാർ വരും. അതായിരിക്കാം അവനത് തുറന്ന് പറയാത്ത. പക്ഷെ ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ പുറകെ നടക്കരുത്. ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത വഴിക്ക് അവരെങ്ങനെയും ഉപയോഗിക്കട്ടെ. വൃത്തിയുണ്ടോ മെനയുണ്ടോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരാണ്ടിരിക്കുക. അവരാരുമല്ല ഈ വീട് പൊളിഞ്ഞാടിപ്പോയ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് വന്നത്. ആദ്യം എന്തോന്നാ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ആ പണിഞ്ഞു കൊടുത്ത ആൾക്കാരോടാണ് അവർ രഹസ്യമായിട്ടാണ് ഫോൺ വിളിച്ച് പറഞ്ഞത്. അതല്ലാണ്ട് നേരെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയുമൊന്നും അല്ലായിരുന്നു. അത് പിന്നെ ഒരു വിഷയമായി കഴിഞ്ഞപ്പോഴാണ് അവരും ധൈര്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനായി. എന്തുകൊണ്ട് മറച്ചു വെക്കണം അവർ? എല്ലാവരും അവരെ എന്തായാലും കുറ്റപ്പെടുത്തുമല്ലേ. അപ്പം പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവർ പറഞ്ഞാൽ ഇപ്പം എന്താ, അങ്ങനെ തന്നെ അവർ വിചാരിച്ചിട്ടാണ് എന്തായാലും കുറ്റമായി. അപ്പം പിന്നെ കൂടുതൽ കുറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. ഇനി എന്താ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. രേണുവിനെ നീ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സാബിത്ത് എം പി വണ്ടി ഉണ്ടോ? വണ്ടിയൊക്കെ ഉണ്ട്, 2 വണ്ടി ഉണ്ട്. ഒരു വണ്ടി കംപ്ലൈന്റ് ആയി. വീണ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല, അത്രേ പറയാവുള്ളൂ. കറക്റ്റ് അല്ല, അതിൽ കൂടുതൽ പറയാൻ താല്പര്യം. എന്തിനാണ് ചോദിക്കുന്നത്? രേണുവിന് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അവന് കുറച്ചെങ്കിലും ഹെൽപ്പ് ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കത്തില്ല. ഒന്നല്ലെങ്കിൽ അംഗീകരിച്ചിട്ട് ചില വീട്ടിലൊന്നും ഉണ്ടല്ലോ. രണ്ടാനമ്മയ്ക്കാണെങ്കിൽ എത്രയോ നമ്മൾ ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. പിള്ളേരെ പിടിച്ചടിച്ചെന്നും തല്ലിയെന്നും കൊന്നെന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടില്ലേ. അത് പിന്നെ ന്യൂസ് ചാനലാവുന്നു. അച്ഛൻ ജീവിച്ചിരിക്കെ ചിലപ്പോൾ രണ്ടാനമ്മേനെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോലുള്ള കേസിൽ അച്ഛനുണ്ട് അവിടെ പ്രസന്റിൽ, എന്നിട്ട് പോലും തല്ലുന്ന അടിക്കുന്ന അമ്മമാരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, രണ്ടാനമ്മമാരെ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ പോലും ഇല്ല അവർക്ക്. അപ്പോൾ ഈ പറയുന്ന രേണുവിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ പോക്കറ്റ് മണി ആയിട്ട് ഈ പറയുന്ന ഒരു പയ്യന് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഒന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. എൻ്റെ കയ്യിൽ അങ്ങനെ പൈസയൊന്നും ഇല്ല എന്നങ്ങ് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധം പുലർത്തി നിർത്തണമെന്നോ ഒന്നുമില്ല.
ആരെന്തവരെ ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നുമില്ല. ആരും അവരെ കുറ്റപ്പെടുത്താനോ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ. എന്നിട്ടും അവർ ഈ ബന്ധം പുലർത്തി നിൽക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആരും കണ്ടിട്ടില്ല ഇങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കുന്ന പിള്ളേരെ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ സംസാരിക്കുകയോ, അല്ലെങ്കിൽ പബ്ലിക്കിനോട് പോലും നല്ലത് എന്ന് പറയുന്ന ആൾക്കാരെ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. അത്ഭുതം തന്നെയാണ്. അതും മാത്രമല്ല, കല്യാണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വീണ എസ് പിള്ള അങ്ങനെ ഒന്നില്ല, അവർ പറഞ്ഞത് ഒന്നും ഇല്ല, അതൊന്നും സത്യമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അവരോട് ഒട്ടും താല്പര്യമില്ല എന്നാണ് അതിനർത്ഥം. അത്ര തന്നെ ഉള്ളൂ. അമ്മയെ കുറിച്ച് പറയാം. അമ്മയെ കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത്? ആക്ടിങ്ങിനെ പറ്റി പറ. അമ്മയുടെ പുള്ളിക്കാരി ആക്ടിങ് കാര്യങ്ങളൊക്കെ വന്നല്ലേ ഉള്ളൂ. അത് തന്നെ വന്ന ഉടനെ ഇപ്പം മുമ്പത്തെങ്ങാട്ടി ഇത്തിരി കൂടെ ഇതില്ലേ? ചില റീൽസ് ഒക്കെ പണ്ടത്തെങ്ങാട്ടി ഇത്തിരി കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉള്ളവരൊക്കെ ചിലതൊന്നും അങ്ങോട്ട് ചിലത്. പക്ഷെ എന്തുവാ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റാത്ത റോളായിരിക്കും. ചെയ്യാൻ പറ്റാത്തെന്ന് വെച്ചാ സൂട്ട് ആവത്തില്ല. അപ്പോൾ അമ്മയെക്കുറിച്ച് പറയൂ, അമ്മയെക്കുറിച്ച് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ അതിനകത്ത് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ച് പറയാൻ എന്താണ് ഒരു പേഴ്സണൽ ജഡ്ജ്മെന്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് എന്നെക്കുറിച്ചോ പേഴ്സണലായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, അത് പൂർണ്ണമല്ല എന്ന് തന്നെ പറയട്ടെ. അപ്പോഴാണ് അമ്മയെക്കുറിച്ച് പറ, അമ്മയെക്കുറിച്ച് പറ എന്ന് പറയാം. അപ്പോൾ ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ കൂട്ടുകാരൻ പറയുന്നുണ്ട്. ആക്ടിങ്ങിനകത്ത് കറക്റ്റ് തന്നെയാണ്, ആ പയ്യൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. എന്താ പറയുക, ഭയങ്കര പൂർണ്ണ ആക്ടറാണോ അല്ലെങ്കിൽ നല്ല വെടിപ്പായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിന് യോജിപ്പില്ല. പക്ഷേ പണ്ടത്തേനേക്കായി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിലവാരമുള്ള ആക്ടിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പണ്ടത്തേനേക്കാളും മെച്ചമായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അഭിനയം അല്ല അവരുടെ ഫീൽഡ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇനിയിപ്പം നമ്മളാരുമല്ല തീരുമാനിക്കുന്നത്, അവരെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അവരെ ആ വർക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവർക്ക് കിട്ടുന്ന അംഗീകാരം. അവരെ വിളിക്കാൻ ആളുള്ളതുകൊണ്ടാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് ഈ പയ്യൻ പറഞ്ഞിട്ടുള്ളത്, കിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമില്ലേ? നല്ലതല്ല എന്ന് പറയുമ്പോ എന്തോ അവര് ഇത്തിരി കൂടെ ആ നല്ലതല്ലാത്ത കാര്യം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ഇല്ലേ? നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയണം, അപ്പോഴല്ലേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നല്ലതല്ലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ലെവലിൽ തന്നെ നിന്നു. അതെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. പക്ഷെ അതൊരിക്കലും പേഴ്സണൽ അറ്റാക്ക് ആവരുത്. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരു വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മാത്രം പറയുക. അതല്ലെങ്കിൽ അവരെ ബോഡി ഷെയിം ചെയ്യാനോ, അതല്ലെങ്കിൽ അവരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാനോ, അവരെ അങ്ങനെ നടക്കുന്നവരല്ലെങ്കിൽ അവരെങ്ങനെയും നടന്നോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അവകാശങ്ങളും കാര്യങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടെന്നേ. നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പേഴ്സണൽ കാര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ രേണുവും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെ എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ആരും അങ്ങനെ പേഴ്സണലായിട്ട് ജഡ്ജ് ചെയ്യാൻ ഒരാൾക്കും പറ്റത്തില്ല. പുറത്തുള്ള ആൾക്കാരൊന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്ക് നമ്മളെ തന്നെയാണ്. ഈ പുറത്ത് കാണുന്ന ഒരാളും ആവില്ല. ഇപ്പോൾ ഭയങ്കര ഇമേജുള്ള ആൾക്കാർ തന്നെ എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളിൽ പോയി മാട്ടുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന്. പക്ഷെ നമ്മൾ പലരെയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവരൊന്നും വളരെ മോശക്കാർ അല്ലേം താനും. അങ്ങനെയും വരാറുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താ പറയുന്നതെന്ന് നോക്കാം. കൊല്ലത്ത് നിർത്താൻ പാടില്ലായിരുന്നു. കൊല്ലത്ത് അവനെ നിർത്തണം എന്ന് പറയുന്നത് അല്ലല്ല, അവൻ കൊച്ചു വെച്ചാ. അപ്പൊ അവനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും ഇവിടെ എന്ന് പറയുമ്പം അച്ചാമ്മ, ഇപ്പം ഉള്ളത് ഞാന്, അച്ചാമ്മ, അച്ഛൻ്റെ വല്യമ്മയൊക്കെ രാവിലെ ആകുമ്പോ ജോലിക്ക് പോകും. പിന്നെ ഉള്ളത് ഞാന്, അച്ചാമ്മ, ചേച്ചി, പാറുമൊക്കെ. പാറുവാണേലും പഠിക്കാനും പോകും. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവന് നോക്കാനായില്ല. ഫസ്റ്റ് ഞാൻ കൊണ്ടുവരുന്ന ഒരു ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നാലും അടുത്തൊരു കാണത്തുള്ളൂ. അതിനെക്കാട്ടി വെട്ടുന്ന അവനൊരു പ്രായമാവൂലോ. അവനൊരു പ്രായം പക്വതയൊക്കെ അല്ലെങ്കിൽ ഞാനങ്ങ് സെറ്റിൽ ആയി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം. ഇവനായിട്ട് ഇവനെ വിളിച്ച് അല്ലെങ്കിൽ ചേട്ടന്റെ കൂടെ നിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെയാണ്, കൊണ്ടുവന്ന് നിർത്താം. അതും കറക്റ്റ് അല്ലേ? ആ പയ്യനൊരു കുഞ്ഞു കുട്ടിയാണ്, ഋതപ്പൻ എന്ന് പറഞ്ഞ കുഞ്ഞു മോനാണ്. അവനിപ്പോൾ ആരുടെയും എന്താ പറയുക, ആരുടെയെങ്കിലൊക്കെ പരിചരണവും സ്നേഹവും ഒക്കെ അത്യാവശ്യമാണ്. രേണു ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ രേണു വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം മേടിക്കാൻ പറ്റുമോ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആരെങ്കിലും സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ആരെങ്കിലുമൊക്കെ സഹായിക്കും? അപ്പോൾ സഹായങ്ങളൊന്നും സ്വീകരിക്കാണ്ട് എന്താ പറയുക, അവർക്ക് ഇനിയെങ്കിലും ജോലി എടുത്ത് ജീവിക്കണം, അവർ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തേക്കുന്ന ഈ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ കുട്ടികളെ വളർത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി ആരെങ്കിലും ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യം ഒന്നുമില്ല. റിതപ്പനെ നോക്കാൻ ഈ പറയുന്ന രേണുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. എത്രയോ വീട്ടുകളിൽ, ഭർത്താവ് മരിച്ചു പോയ വീട്ടുകളിൽ ഭാര്യമാർ ജോലിക്ക് പോകുന്നുണ്ട്. അവരുടെ മക്കളെ നോക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് വീട്ടിലുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഉള്ള പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ തന്നെയാണ് നോക്കുക. ആരും ഇല്ലാത്തവർ കൊണ്ട് നഴ്സറിലാക്കോ, പഠിപ്പിക്കാനാക്കോ, ഡേ കെയറിലാക്കോ ഒക്കെ ചെയ്തിട്ട് പണിക്ക് പോകുന്നു. അത് തന്നെയേ ഉള്ളൂ. ഇവിടെ അത് തന്നെ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് അവൻ ആരും നോക്കാനില്ലാണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് തള്ളി കളഞ്ഞിട്ട് അല്ലെങ്കിൽ തെരുവിലോട്ട് എറിഞ്ഞ് കളഞ്ഞിട്ട് രേണുവിൻ്റെ പാട്ടിന് നടക്കുമല്ല. അതൊക്കെ നമ്മൾ ഓർക്കണം. ചുമ്മാ ഇരുന്നിട്ട് ഒരാളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നോ അല്ലെങ്കിൽ പരിഹസിക്കുന്നോ കുറ്റപ്പെടുത്തുന്നോ ഒരു കാരണവും ഇല്ലാണ്ട് ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്. ആക്ടിങ്ങിലാണ് നിങ്ങൾ അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറ്റങ്ങളൊക്കെ പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു പയ്യൻ പറയുന്നുണ്ട്, ഇവനൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കുട്ടിയെ ഇവൻ്റെ കൂടെ വരണമെന്ന് അവൻ പറയുവാണെങ്കിൽ കൊണ്ടു നിർത്താൻ നോക്കുകയൊക്കെ ചെയ്യും. ഇവനൊരു സെറ്റിലാവുന്ന സമയമാണ് അവന് വേണ്ടത് എന്നാണ് പറയുന്നത്. അതും ശരിയല്ലേ? അതല്ലേ ശരി. അതിൻ്റെ സമയമാകുമ്പോൾ ആ പയ്യനെ അവിടെ കംഫർട്ട് അല്ലെങ്കിൽ ഈ ഒരു ചേട്ടനെ തേടി ഉറപ്പായിട്ട് അവൻ വരും. എന്തിനാണ് ഈ അമ്മേനെ മക്കളെയൊക്കെ ശത്രുക്കളാക്കുന്നത്? കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഊഹിച്ചെടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരങ്ങനെ പോട്ടെ. ഇപ്പോൾ മൂത്ത മകനായിക്കോട്ടെ, രണ്ടാമത്തെ മകനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, എല്ലാവരും അങ്ങനെ തന്നെ പോട്ടെ. ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ജീവിതം അവിടെ തീരുന്നൊന്നുമില്ല. അവർക്ക് ജീവിക്കണം, അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരറ്റത്തോടെ പറയുന്നു ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ പടപൊരുതി ജയിക്കണം, അവർ ഒറ്റക്കാലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം, ജോലിക്ക് പോകണം, എല്ലാം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പുറത്തോട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങണം എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത് അയ്യോ ഭർത്താവ് മരിച്ചു പോയി രേണു സുധി പുറത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ കുറ്റപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിങ്ങൾ കാലി ഔട്ടി നിൽക്കുക, അതല്ലാണ്ട് രണ്ടും കൂടെ പറയരുത്. മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കട്ടെ. ഈ ഒരു സമയത്ത്, ഈ ഒരു ഹൈപ്പ് കിട്ടുന്ന ഈ ഒരു സമയത്ത് അവരത് ഉപയോഗിച്ച് അവരത് കാശാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര പേര് ഹേർട്ട് ചെയ്താലും എത്ര പേര് എന്തൊക്കെ പറഞ്ഞാലും അവരവരുടെ കാര്യമൊന്നും നോക്കിയിട്ട് അവർ പോവുകയാണ്. നിങ്ങൾ ഈ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് നെറ്റും ചാർജ് ചെയ്തിരുന്ന് അവരെ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തുള്ളൂ. നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആവാൻ നോക്കുക. അതല്ലാണ്ട് പഴയത് ഓർത്ത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചും ആലോചിച്ച് മുന്നോട്ട് എന്ത് വേണം എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഞാൻ രേണു സുധിക്ക് സപ്പോർട്ട് തന്നെയാണ്. അവർ ഇന്നലെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് അവർ സങ്കടപ്പെട്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുമല്ലോ. അവരുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്യൂച്ചറിനെ ഒന്നുകൂടി നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ തന്നെ പറയുന്നത് ഇങ്ങനെ അമ്മയെ നോക്കണം, അപ്പനെ നോക്കണം, ഇങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു എത്തും എങ്ങനെ എത്തും ഫസ്റ്റ് ഇവന്റേതായിട്ട് ഒരു കരിയർ സെറ്റ് ചെയ്യണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യത്തിലാണെങ്കിലും ഇടപെടാതെ. അല്ലാതെ എന്നെ ആരെയും ഇവിടെ പേടിപ്പിച്ച് വെച്ചേക്കുന്നോ കെട്ടിയിട്ടേക്കുന്നോ വായിൽ പൊട്ടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ഏതാ മറ്റേ പഴച്ചില്ലാതെ കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല, പറയാനുള്ളവര് പറയട്ടെ. കരിക്കുന്ന പട്ടി കടിക്കും. ആ അതുകൊണ്ടാ മനസ്സിലായ. Do you get pocket money from Renu? Yes, കിടക്കിടക്ക് ചെയ്യുന്ന കാര്യം ചെയ്തെന്ന് തന്നെ പറയും. ഇല്ലടാ ആര് നിന്നെ പറ്റി മകൾ പറയൂ. സത്യം ഉണ്ടാക്കി തന്ന വീട്ടിൽ നീ എന്താ താമസിക്കാത്തെ? ഞാൻ അവിടെ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഞാൻ ഇവിടെയാണ് ഓക്കെ ആക്കിയത്. എനിക്ക് അവിടെ ഒരു കംഫോർട്ട് ഇല്ല, എനിക്ക് ഇവിടെയാണ് കംഫോർട്ട്. നീ ഓക്കെ അല്ലാന്ന് പറഞ്ഞു ഇതിന്റെ പേര് അവരെ മാനസികമായി പീഡിപ്പിച്ചു, അവരെ ശാരീരികമായി പീഡിപ്പിച്ചു, ചവിട്ടി ഇറക്കി. തങ്കച്ചനെ പറഞ്ഞത് അല്ല, കിച്ചനോട് തങ്കച്ചൻ കാണിച്ചത് എന്ത് നിങ്ങൾ എറിഞ്ഞ സുഹൃത്തുക്കളെ ആരും ഇറക്കി കിട്ടോ. അപ്പം ഈ പയ്യൻ പറഞ്ഞു വരുന്ന അവൻ്റെ ഫ്യൂച്ചർ, നിങ്ങളിങ്ങനെ അവൻ്റെ അച്ഛനെ കുറിച്ചിട്ടാണെങ്കിലും അവൻ്റെ അമ്മയെ കുറിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടന്നാൽ സമൂഹത്തിൽ ആ ഒരു കുടുംബത്തിനൊരു വില ഉണ്ടാകത്തില്ല. അവൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അവൻ കൂടുതൽ ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാത്ത. അവനൊരു കൊച്ചു പയ്യനാണ്.
അതാണ് അവൻ ആ പറഞ്ഞു വരുന്നത്. സത്യമല്ലേ അത്? അവൻ്റെ ഫ്യൂച്ചർ ഇനി എന്തോരം പഠിക്കാൻ കിടക്കുന്നത്, അവൻ സമൂഹത്തിൽ പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ച് വളരേണ്ട ഒരു പയ്യൻ തന്നെയാണ്, അവൻ കളിച്ചിറക്കേണ്ട പ്രായം തന്നെയാണ്. ഇനി അവൻ ഏതെങ്കിലും ജോലിയിൽ പ്രവേശിച്ചാൽ അവിടെ അവന് എല്ലാവരും സമൂഹത്തെ ഫേസ് ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പം നമ്മൾ അവനെക്കുറിച്ച് അവൻ വളർന്നു വരുന്ന ഒരു പയ്യനെ കുറിച്ചിട്ട് പറയുകയാണ് കള്ളുകുടിയനാണ്, കഞ്ചാവടിയനാണ്, എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു വരുന്നത്. ഒരു ജസ്റ്റ് ഒരു പെറ്റി കേസ് ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യനില്ലാത്ത കുറ്റങ്ങളില്ലാത്ത രീതിയിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ പയ്യനില്ലാത്ത കുറ്റങ്ങളില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ സുധിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ വെറുതെ വിടുക ചെയ്യേണ്ടത്. നിങ്ങൾ സുധിയെ, മരിച്ചുപോയ സുധിയോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ആരും പോലും വെച്ചിട്ടില്ല, തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഇഷ്ടംപോലെ കടങ്ങളും പ്രശ്നങ്ങളും ബാധ്യതകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സമയമുണ്ട്, അന്നൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം ഈ മരിച്ചു പോയപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ആൾക്കാരിൽ വന്നത്, ഇത്രയും മലയാളികൾ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് മനസ്സിലാവുന്ന പോലുമില്ല. ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ ഇത്തിരിയെങ്കിലും സഹതാപം കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു കുടുംബത്തിനെയൊക്കെ എത്ര നല്ലതായിരുന്നു. അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലോട്ട് വരത്തില്ലായിരുന്നു, സാമ്പത്തികപരമായിട്ടും കലാപരമായിട്ടും എല്ലാം മുന്നോട്ട് വന്നേനായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും സപ്പോർട്ട് ഈ കേരളക്കര അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് മരിച്ചതിന് ശേഷം ഈ ഭാര്യയും മക്കളെയും എല്ലാം നന്നാക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർ തിന്നതും കുടിച്ചതും ഇരുന്നതും കിടന്നതും എല്ലാം നോക്കി നടക്കുന്നത്. അത് വളരെ ബോറാണ് സത്യം പറഞ്ഞാൽ. ഈ ഒരു പയ്യൻ്റെ ഭാവിയെ മാത്രമല്ല, വളർന്നു വരുന്ന ആ പയ്യൻ്റെ ഭാവിയെയും കൂടി ഇത് ബാധിക്കും. അതാണ് ഈ ഒരു കുട്ടി പറഞ്ഞു വരുന്നത്. കുട്ടിയായിരുന്നിട്ട് പോലും അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എത്രയോ മുതിർന്ന ആൾക്കാരാണ് ഈ ഒരു പയ്യൻ്റെ ഭാവി തുലയ്ക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തോട്ട് പടച്ചു വിടുന്നത്. ഇവൻ്റെ അച്ഛൻ എന്താ പറയുക, ഒരു വിവാഹം കഴിച്ചു, 2 വിവാഹം കഴിച്ചു, 3, ആ രീതിയിൽ അങ്ങ് പടച്ചു വിടുക. അപ്പം ആത്യന്തികമായിട്ട് എന്താണ് ഉണ്ടാവുക? എന്താണ് ഈ ഒരു പയ്യനും, അവനും കല്യാണമൊക്കെ കഴിക്കേണ്ടതല്ലേ, അവന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ടല്ലേ. അപ്പം ഈ കുട്ടികളെ വെറുതെ വിടുക. കുട്ടികളെ ഇനിയെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യാണ്ട് വെറുതെ വിടുക, അത്രയേ ഉള്ളൂ. ഫോണിൽ വിളിക്കുമ്പോൾ റെക്കോർഡിംഗ് ആണോ ആദ്യം ചോദിക്കാനോ, അല്ലെങ്കിൽ അവർ ബ്ലോഗ് ആക്കോ? അതാണ് ഞാനിപ്പോ ഒരു ആര് ഫോൺ എടുത്താലും എനിക്ക് അതാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യണം. എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോ യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞു എന്റെ എവിഡൻസ് ഉണ്ട്. അയ്യോ അത് രേണുവിനെയും കൂടി ഉൾപ്പെടുത്തി കേട്ടോ പറഞ്ഞത്. രേണു ഇന്റർവ്യൂലൊക്കെ പോരുന്ന ഒരു കാര്യമില്ലാണ്ട് അവതാരകരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി കിച്ചുവിനെ ഒരു ഇൻഫർമേഷനും ഇല്ലാണ്ട് അങ്ങോട്ട് വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, പറയാം. അത് രേണുവിനും കൂടി ഉൾപ്പെടും ഈ ഒരു അടി. അപ്പോൾ രേണുവിനെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, വീട് പണിഞ്ഞ ആൾക്കാർ, പിന്നെ നിങ്ങൾക്കറിയാലോ അതിനുവേണ്ടി സഹായിച്ച ആൾക്കാർ, വീടിൻ്റെ സ്ഥലം കൊടുത്ത ആൾക്കാർ എല്ലാവരും ഈ ഒരു പയ്യൻ്റെ ഫോണിലോട്ട് വിളിച്ച് ഇവനെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് റെക്കോർഡ് എടുത്ത് അത് പിന്നെ യൂട്യൂബ് ചാനലിൽ ഇടുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ, ഒരു സോ കോൾഡ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയകളിലിട്ട് എയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പയ്യനത് പ്രശ്നമാണ്. ഇവന് സംസാരിക്കാൻ പോലും പേടിയാണ്, ഫോൺ എടുക്കാൻ പോലും പേടിയാന്നുള്ളൊരവസ്ഥ. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഏത് രീതിയിലാണ് ഇവരെ മുതലെടുക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇവരെയൊക്കെ മുതലെടുത്ത് വെച്ചിട്ട് എല്ലാവരും അവരുടെ ആ ഒരു ചാനൽ റീച്ചിനോ അല്ലെങ്കിൽ കണ്ടന്റിനോ വേണ്ടി ചെയ്യുമ്പോൾ ഈ പയ്യന് ഈ കുടുംബത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതവൻ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ, ഇതൊക്കെയാണ് അവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇത്രയും നാളും മൗനം പാലിച്ച കിച്ചുവിൻ്റെ മനസ്സിൽ എന്താണ്, അവൻ എന്താണ്, ആരുടെ പക്ഷത്താണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ അവന് പറയാനുള്ളത് വളരെ മെച്യൂർഡായിട്ടുള്ളൊരു പയ്യൻ. അവന് പറയാനുള്ള വളരെ ചെറിയ വയസ്സാണെങ്കിൽ പോലും പക്വതയായിട്ട് അവൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അവന് എനിക്ക് മനസ്സിലായൊരു കാര്യം, രേണുവിനോട് ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഇല്ല. ആ വീട്ടിൽ പോകുന്നതിന് ഇവരാരും തടസ്സമല്ല. അവൻ്റെ വീടാണ്, അവന് പിന്നെ പോകുന്നതിന് എന്താണ് കുഴപ്പം? അനിയനോട് വളരെ സ്നേഹവും ഉണ്ട്. അതുപോലെ വീണ പിള്ളയ്ക്ക് സപ്പോർട്ടും അല്ല. അതിൻ്റെ അർത്ഥം വീണ പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെയാണ്. കിച്ചുവിന് അവരോട് താല്പര്യമില്ല എന്ന് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. ഈ രേണുസുധിയുടെ വീട്ടുകാരോ രേണുസുധിയോ ഈ ഒരു പയ്യൻ്റെ അടുത്ത് അവിടെ കയറണ്ടാന്നോ കെട്ടിയിട്ടിട്ടോ വായ കുത്തിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല, തല്ലുന്നോ ഒന്നുമില്ല. അവൻ സ്വതന്ത്രനാണ്, അവന് ഇഷ്ടം കൊല്ലത്ത് നിൽക്കാനാണ്. അവന് കൂട്ടുകാരും ചങ്ങാത്തവും അവൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഇവിടാണ്. അവൻ്റെ അച്ഛൻ്റെ ജന്മനാടായിട്ടുള്ള സ്ഥലത്താണ്. അവൻ്റെ അച്ഛൻ്റെ ചോരയിലുള്ള ബന്ധുക്കളൊക്കെ കിടക്കുന്നത് അവിടാണ്. അതുകൊണ്ടായിരിക്കും അവൻ അവിടെ നിൽക്കാൻ ഇഷ്ടം എന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സുധി മരിച്ചുപോയി, രേണു രംഗത്ത് വന്നു. രേണുവിനെ നിങ്ങൾ ഇത്രയും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. സുധിയോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ മരിച്ചു പോയതിന് ശേഷം അവരുടെ ഫാമിലിയെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിന് മുമ്പിൽ അവരെ തേജോവധം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ.
നിങ്ങൾ ഇതിന് മാത്രം എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിൽ വേണ്ടില്ല, നിങ്ങളെ ഒരുപാട് സഹായം ആ ഒരു വീടാണ് കിട്ടിയത് അവർക്ക്. ഒത്തിരി സഹായം കൊട്ടക്കണക്കിന് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ജോലിക്ക് പോകത്തില്ലല്ലോ. അവരെ പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ജോലിയായിട്ടാണ്. ഈ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ്ടേ, ഭാവിയില്ലേ, അതൊക്കെ വിചാരിച്ചാൽ ഒരു പ്രൊഫഷനായിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിനും അവരെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വിടുക. ഇനി അവരെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ഓൺലൈൻ മീഡിയാസ് പയ്യൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. പയ്യന് അതിനകത്ത് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവരെങ്കിലും വിടുക, അവർ കൊച്ചുകുട്ടികളാണ്, അവർ വളരട്ടെ, സമൂഹത്തിൽ നല്ല മക്കളായിട്ട് വളർന്നു വലുതാവട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ